തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ തരത്തിൽ ശക്തമായി അധികാരത്തെ നിലനിർത്താൻ കഴിയും വിധത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം എന്തും ചെയ്യുക എന്ന നിലയിലേക്ക് വളരെ ശക്തമായി തന്നെ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തെ കാണുക, തന്ത്രങ്ങൾ മെനയുക, അത് നടപ്പാക്കുക എന്നുള്ളതാണ് ബീഹാറിൽ നടപ്പാക്കിയത്. അത് സ്വന്തം മുന്നണിക്കകത്തും BJP നടപ്പാക്കി. വളരെ ആസൂത്രിതം എന്ന് പറയുന്നതിൻ്റെ ഒരു ക്ലീൻ ഓപ്പറേഷനാണ്. നിതീഷിൻ്റെ പാർട്ടിയെ ക്ലീനായി വെട്ടി വളരെ വലിയ മുൻതൂക്കം ഉണ്ടാകും വിധത്തിലേക്ക് BJP RJD നില മെച്ചപ്പെടുത്തുന്നു, മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 52 നമ്മുടെ കണക്ക്, അത് ഒന്ന് വേണമെങ്കിൽ ഒരു 54 വരെ പോകാം, 55 വരെ പോകാം. പക്ഷേ കോൺഗ്രസ് പുറകോട്ടിറങ്ങുകയാണ്, വീണ്ടും ഇറങ്ങുന്നു. ഇപ്പോൾ 6 മാത്രമായി ഇറങ്ങുന്നു. കഴിഞ്ഞ തവണത്തെ നോക്കിയാൽ ഒരു 8ഓളം സീറ്റുകളിൽ ലീഡ് വേണ്ടതാണ്, അധികം ഉണ്ടായിരുന്നു. അതെ, മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ BJP ലീഡ് കൂട്ടുന്നുണ്ട്. അതായത് 60 വരെ നമുക്ക് കൂട്ടാം, JDU 40 വരെ കൂട്ടാം. അതാണ് അവരുടെ സാഹചര്യം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ കൃത്യമായിട്ട് JDU-നെ അപ്രസക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയൊക്കെ ചിലപ്പോൾ നിതീഷ് കുമാർ ആയിരിക്കാം, പക്ഷേ ഇത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. അത് രാഷ്ട്രീയത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഈ ബീഹാറിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കൗതുകവും ശ്രദ്ധാകേന്ദ്രവുമായി മാറുന്നത് BJP NDA മുന്നണിക്കകത്ത് നടത്തിയ ഓപ്പറേഷനിലാണ്. അതിൻ്റെ എല്ലാ ശ്രദ്ധയും കൗതുകവും അവിടേക്കാണ് നീങ്ങുന്നത്. കാരണം നിതീഷ് കുമാറിനെ നിർത്തി അങ്ങില്ലാതാക്കുക എന്നുള്ളതാണ്. എന്നാൽ പൂർണ്ണമായും ആ മുന്നണിയുടെ അധീശത്വം BJP കൈയാളുന്നു. ബീഹാറിലെ ഏറ്റവും വലിയ മുന്നണിക്കകത്തെ ഏറ്റവും വലിയ പാർട്ടിയായി തങ്ങളാണ് സ്വാധീനം, ഏറ്റവും വലിയ സ്വാധീനമുള്ള പാർട്ടി എന്ന് നിതീഷ് കുമാറിനെ കൊണ്ടും സമ്മതിപ്പിച്ച് ആ മുന്നണിക്കകത്ത് മേധാവിത്വം രാഷ്ട്രീയമാണ് ബീഹാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഈ നിതീഷ് കുമാറിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ, കാരണം എങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ ഒരു മടിയില്ലാത്ത ആളാണല്ലോ. ഇപ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ നിതീഷ് ചാടി അപ്പുറത്തോട്ട് പോകാൻ വെക്കുക, പക്ഷേ പോയാൽ പോലും പഴയതുപോലെ എല്ലാവരും കൂടെ പോകില്ല, എല്ലാ MLA-മാരും പോകില്ല, ഉറപ്പായും BJP അത് ഉറപ്പുവരും. കാരണം ചരിത്രത്തിലില്ലാത്ത വിധം നിതീഷ് കുമാറിന്റെ വീടിന്റെ മുൻപിൽ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് MLA-മാർ ഒരു ചതുരംഗ കളിയിലെ അവസ്ഥ ഓർത്താൽ അതിലെ രാജാവിന്റെ അവസ്ഥയാണ്. 4 വഴി കൂടെയും പൂട്ടി ചെക്ക് വെച്ച് നിർത്തിയിരിക്കുകയാണ്. അതിനിടയിൽ നിൽക്കുകയല്ലാതെ നിതീഷിന് വേറെ മാർഗമില്ല എന്ന നിലയിൽ BJP-യുടെ ക്ലീൻ ഓപ്പറേഷനാണ് ബീഹാറിൽ കാണുന്നത്. അവിടെ ആ മുന്നണിക്കകത്ത് ശക്തമായ മേധാവിത്വം BJP വളരെ കൃത്യമായി നേടിയെടുക്കും വിധത്തിലേക്കുള്ള അവരുടെ എല്ലാ ഓപ്പറേഷനും വിജയകരമായി മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോന്ന് നോക്കാം. ഇപ്പോൾ മഹാഗഡ്ബന്ധനിലേക്ക് പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം RJD ലീഡ് ചെയ്യുന്നുണ്ട്, CPIM ലീഡ് ചെയ്യുന്നുണ്ട്, CPIML ലീഡ് ചെയ്യുന്നുണ്ട്, കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പ്രശ്നം കോൺഗ്രസ് വളരെ പിന്നിലാണ് എന്നുള്ളതാണ്. ആകെ അവർ പെർഫോം ചെയ്യേണ്ട നമ്പർ ഓഫ് സീറ്റ്സിൻ്റെ കാര്യത്തിൽ വളരെ വളരെ പിന്നിലേക്ക് പോകുന്നു. ഓർക്കുക, ആ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ് എന്നതുകൂടി ഓർക്കണം. എന്നിട്ടും RJDക്ക് രണ്ടാമത്തെ പാർട്ടി എന്ന് അവർ പറയുന്നതാണല്ലോ. ഇപ്പോൾ ഈ കണക്കനുസരിച്ച് രണ്ടാമത്തെ പാർട്ടി എന്ന് പറയുന്നതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു സീറ്റുകൾ വീതം വെക്കുക. ഏറ്റവും അധികം സീറ്റുകൾ RJDക്ക് ശേഷം കോൺഗ്രസിന് വാങ്ങിച്ചെടുത്ത പാർട്ടിയാണ്. പക്ഷേ ജനങ്ങൾ ആ രീതിയിൽ അവരെ കണക്കാക്കിയില്ല. അതാ പറഞ്ഞത്. അപ്പോൾ അത് കാരണം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സീറ്റുകൾ കിട്ടിയതിൻ്റെ തോതനുസരിച്ച് വിജയിപ്പിക്കാനോ ലീഡ് ചെയ്യാനോ വിജയിപ്പിക്കാനോ കഴിയുന്നില്ല എന്നത് ആ മുന്നണിയുടെ വലിയ ദൗർബല്യമായി നിൽക്കുന്നു. അത് തേജസ്വി യാദവ് നന്നായി തിരിച്ചറിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രതിബന്ധം നന്നായി തിരിച്ചറിയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട മേഖല തിരിച്ചുള്ള കണക്കിൽ സീമാഞ്ചലാണല്ലോ ഈ മഹാസഖ്യം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. അവിടെ ഒപ്പത്തിനൊപ്പമാണ്, ഒരേ സീറ്റ് നിൽക്കുകയാണ്. 16 ലീഡ് നില വരുമ്പോൾ നിലയിൽ നിൽക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. അതായത് ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലും ദളിത് ഭൂരിപക്ഷ മേഖലയിലും BJP ഒപ്പത്തിനൊപ്പം, അല്ലെങ്കിൽ BJP സഖ്യം ഒപ്പത്തിനൊപ്പം വരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ അപകടം മഹാസഖ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, ഇപ്പൊ നമുക്കത് ഓരോ മേഖല തിരിച്ചു നോക്കിയാൽ മഗധ് നോക്കിയാൽ MGB 14, NDA 14 എന്ന നിലയിൽ നിൽക്കുകയാണ്. ആകെ 28 സീറ്റുകളോ മറ്റോ, 47 സീറ്റാണ്, 28 ലീഡ് വന്നിട്ടുള്ളത്. മിഥിലാഞ്ചൽ നോക്കിയാൽ 36 ലീഡ് വരുമ്പോൾ 36-ൽ 22 NDA, MGB 14 എന്നുള്ളതാണ് വരുന്നത്. 36 ലീഡ് വരുമ്പോൾ മിഥിലാഞ്ചൽ മേഖല ആകെ 50 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതിലാണ് 36 ലീഡ്. അപ്പോഴും അവിടെയും നേരിയ ലീഡ്, കൂടുതൽ സീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സീമാഞ്ചൽ ഒപ്പത്തിനൊപ്പമാണ്. നേരത്തെ മനു പറഞ്ഞ പോലെ 8-8 എന്ന നില. ആകെ 24 സീറ്റാണ് ആ സീമാഞ്ചൽ മേഖലയിലുള്ളത്. 17 ലീഡ് വരുമ്പോൾ 8-8 എന്നത് നോക്കുന്നത് പോലും യഥാർത്ഥത്തിൽ MGBയെ സംബന്ധിച്ച് അത്ര പോരാ. കാരണം NDA സംബന്ധിച്ച് ആശ്വാസകരമാണത്. അതെ, അങ്ങോട്ടേക്കും കടന്നു കയറാൻ പറ്റുന്നത്. കാരണം ബീഹാർ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വസിക്കുന്ന ഇടമാണ് ഈ കിഷൻഗഞ്ച് എന്ന് പറയുന്ന സീമാഞ്ചൽ മേഖലയിലെ ജില്ല. അവിടേക്ക് പോലും കടന്നു കയറിയിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ. ഒപ്പമുണ്ട് ഒരു കാര്യം കൂടിയുണ്ട്, ഈ SIR-ൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ട ഇടങ്ങളിൽ ഒന്നുകൂടി ഈ സീമാഞ്ചൽ മേഖലയാണ്. ദളിത് ന്യൂനപക്ഷ വോട്ടുകളിൽ സംഭവിച്ചിട്ടുള്ള വലിയ കുറവ്, ആ വെട്ടി മാറ്റപ്പെട്ടത് എവിടെയായിരുന്നു എന്ന് കൃത്യമായി വ്യക്തമാവുകയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക്
ആകെ 243 സീറ്റുകളുള്ള നിയോജക മണ്ഡലങ്ങളുള്ള ബീഹാർ നിയമസഭയിലേക്ക് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വരുന്ന ലീഡ് നിലയനുസരിച്ച് NDA 130 ലീഡ് ചെയ്യുന്നു. 68 ഇടത്തും മാത്രമാണ് മഹാസഖ്യം ലീഡ് ചെയ്യുന്നത്. വലിയ തോതിൽ പിന്നിൽ പോയിരിക്കുന്നു എന്നത് തന്നെയാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം. ഇപ്പോൾ ആ ലീഡ് നിലയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ, അതായത് 2020 ലഭിച്ച ആധിപത്യം പോലും നിലനിർത്താൻ മഹാസഖ്യത്തിന് കഴിയാതെ വരുന്ന ഒരു സാഹചര്യം. പാർട്ടി എന്ന നിലയിൽ RJD നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ 60ലേക്ക് എത്തിയിരിക്കുകയാണ്. 60 നമുക്ക് കൂട്ടാം. അത് BJPക്കൊപ്പം തന്നെയുണ്ട്. BJP എത്ര ലീഡ് ചെയ്യുന്നു അത്ര തന്നെ RJD. ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ RJD ആ രീതിയിൽ മികച്ച പ്രകടനം. പക്ഷേ അവിടെ എല്ലാ സാധ്യതകളും പൊളിച്ചത് കോൺഗ്രസ് ആണെന്നേ. നോക്കൂ, ഇത്തവണ എത്ര സീറ്റാണ് ഞാൻ വിട്ടു. അതെ അതെ, ഇതിലൊരു കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് അറിയാമോ മനു? സത്യത്തിൽ ഇത് കാണുമ്പോൾ തോന്നുന്നൊരു കാര്യം, JDU ഇപ്പുറത്തായിരുന്നുവെങ്കിൽ RJDക്ക് പിന്നിൽ ഒരു ശക്തമായ രണ്ടാമത്തെ മികച്ച പാർട്ടിയായി നിൽക്കാൻ കഴിയുമായിരുന്നു. ആ സഖ്യം കുറെ കൂടി ശക്തമാകുമായിരുന്നു. ആ നിലയിലൊരു രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിയാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ കാരണങ്ങൾ നോക്കിയാൽ യഥാർത്ഥത്തിൽ അവിടെയും കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട കുറ്റകരമായ പങ്കാളിത്തമുള്ള പാർട്ടിയാണ്. ഇന്ത്യ മുന്നണിക്കകത്ത് ആ മുന്നണി അടക്കം ശക്തമായി രൂപപ്പെടുന്നതിന് ഇടവരുത്തും വിധത്തിലേക്ക് നിതീഷ് കുമാർ BJP ബന്ധം അവസാനിപ്പിച്ച് പുറത്തു വന്ന് മറ്റു പ്രതിപക്ഷ പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോയ ഘട്ടത്തിൽ ആ സഖ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൺവീനർ പോലെയുള്ള ചുമതലകൾ നിതീഷ് കുമാറിന് അവകാശപ്പെട്ടത് തന്നെയായിരുന്നു. പക്ഷേ കോൺഗ്രസ് പിടിവാശിയിൽ നിതീഷ് കുമാറിനെ തഴയുന്ന സാഹചര്യം വന്നു. രാജ്യത്തെ ഏറ്റവും സീനിയറായ ഒരു നേതാവ് എന്ന പരിഗണനയും ഉണ്ടായില്ല. അങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അന്ന് നിതീഷ് കുമാർ പിന്നോട്ട് പോകുന്ന നിലയുണ്ടായിട്ടുള്ളത്. അങ്ങനെ തരാതരം പോലെ മാറുന്നയാൾ എന്ന് വെച്ച് വേണമെങ്കിൽ നമുക്കതിനെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ BJPയേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്നത് RJD ആണ്. അതെ, അത് രസകരമായ കാര്യമാണ്. പക്ഷേ സഖ്യം എന്ന നിലയിൽ NDA ആണ് മുന്നിൽ നിൽക്കുന്നത്. അല്ല, അതുകൊണ്ട് ബീഹാർ ഭരിക്കാൻ കഴിയില്ല. ഇല്ല, അതായത് പറയുന്നത് സഖ്യം എന്ന നിലയിൽ NDA മുന്നിൽ നിൽക്കുന്നത്. അതെ. അപ്പോൾ ഏതായാലും ഈ രാഷ്ട്രീയത്തെ, തന്ത്രപരമായി ഈ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ മറ്റാരേക്കാളും നന്നായി BJPക്ക് കഴിയുന്നു എന്നുള്ളിടത്ത് തന്നെയാണ് ഇലക്ഷനുകളെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ കഴിയും വിധത്തിൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട്, ആ തന്ത്രങ്ങളൊക്കെ ധാർമ്മികമായും രാഷ്ട്രീയമായും ശരിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വളരെ ശക്തമായി പറയാൻ കഴിയുന്ന നിരവധി 100%. പക്ഷേ അതിനെയെല്ലാം അധികാരം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാം. എല്ലാത്തിനുമപ്പുറം അധികാരം തങ്ങൾക്കുണ്ട് എന്ന നിലയിൽ അതാണ് ബീഹാറിലും വളരെ കൃത്യമായി തെളിഞ്ഞു വരുന്നൊരു കാര്യം. ബീഹാറിൽ അധികാരത്തെ നിലനിർത്താൻ, നിതീഷിനെ ഒതുക്കാൻ എല്ലാം കഴിയും വിധത്തിലേക്ക് ബീഹാറിൽ BJP എല്ലാ നീക്കിയ കരുക്കൾ അത് ഫലപ്രദമാകുന്നു എന്ന് തന്നെയാണ് പറയാൻ ആവുക. 131 BJP നേതൃത്വം നൽകുന്ന NDA ലീഡ് ചെയ്യും. MGD 67. JDU പതുക്കെ നില മെച്ചപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു 45-നും 48-നും ഇടയിലായിട്ടുള്ള ഒരു സാധ്യതയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു മേഖലകളുടെ പ്രത്യേകതകൾ കഴിഞ്ഞ തവണ 45 സീറ്റോ മറ്റാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു എനിക്ക് അത്ര പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. പക്ഷേ ആ ഒരു റേഞ്ചിലായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ അവർ ആ രീതിയിൽ മെച്ചപ്പെടുത്തുന്നുണ്ട്. മറുഭാഗത്ത് നോക്കൂ, BJP 60 സീറ്റുകൾക്കടുത്ത് ലീഡ് ചെയ്യുന്നു. അതേ രീതിയിൽ തന്നെ RJD 60 സീറ്റുകൾക്കടുത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പൂർ പെർഫോമൻസ് ആ സഖ്യത്തെ വല്ലാതെ പുറകോട്ടടിപ്പിക്കുന്നു. JDUവിന് 2020 43 സീറ്റായി. അപ്പോൾ അവർ അത് കൂടുതൽ ലീഡായി 46ആയി. അതെ, അതാണ് RJD അന്ന് ഏറ്റവും വലിയ പാർട്ടിയാണ്. 75 സീറ്റ് അന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു RJD അതിലേക്ക് എത്തും. RJD 2020 ആ കണക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. RJD 2020 75 സീറ്റിലാണ് ജയിച്ചത്. BJP 74 ഇടത്താണ് ജയിച്ചത്. JDU 43 ഇടത്താണ് ജയിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചത് 19 ഇടത്താണ് എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഇതായിരുന്നു വളരെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ സീറ്റ് നിലയിൽ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ RJD അടുത്തൊരു പ്രദേശത്തേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. RJDയും വരും, BJPക്കും പറ്റും. വരും. JDU അവരുടെ പഴയ സീറ്റ് നില മറികടക്കുകയും ചെയ്യും. JDUവിന് 43 ആണ്. ഇപ്പോഴത്തെ ലീഡ് നിലനിർത്തിയാൽ അത് മറികടന്നിട്ടുണ്ട്. അതെ, അപ്പോൾ ആ നഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസിനാണ്. നഷ്ടം സംഭവിക്കും, കോൺഗ്രസിന് നല്ല തോതിൽ സംഭവിക്കും. 19 നിന്ന് കോൺഗ്രസിന് എത്രമാത്രം സീറ്റുകൾ എന്നുള്ളത് ഇപ്പോൾ 9 നിൽക്കുന്നത്. ഇപ്പോൾ ആകെ 9 ഇടത്ത് മാത്രം, 9 10 ഇടത്ത് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ആകെ കഴിഞ്ഞ തവണ ജയിച്ചത് 19 സീറ്റിലാണ്. അപ്പോൾ ആ സീറ്റുകൾ നിലനിർത്താൻ 19ലേക്ക് എത്താൻ കഴിയുമോ, അതോ ഈ വീണ്ടും സീറ്റുകൾ നഷ്ട നില വരുമോ, JDUവിന് നില മെച്ചപ്പെടുത്താൻ കഴിയുമോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.